വെൽക്കം ടു ഈസി സെൽഫ് ലേൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്കെയിലാർ ആൻഡ് വെക്റ്റർ പ്രോഡക്റ്റ് ആണ് പഠിക്കുന്നത്. രണ്ട് വെക്റ്റേഴ്സിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ രണ്ട് വെക്റ്റേഴ്സിൻ്റെ വെക്റ്റർ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് സ്കെയിലാർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ അനദർ നെയിം ഡോട്ട് പ്രോഡക്റ്റ് എന്നാണ്. അപ്പം ഈ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ ഐഡൻറ്റിറ്റീസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ ഐ ജെ കെ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് വെക്റ്റേഴ്സ് എലോങ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂള് അറിഞ്ഞിരിക്കണം. വെക്റ്റർ ഐ ഡോട്ട് ഐ ഓർ ജെ ഡോട്ട് ജെ ഓർ കെ ഡോട്ട് കെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആണ്. അതേസമയം ഐ ഡോട്ട് ജെ അല്ലെങ്കിൽ ജെ ഡോട്ട് കെ ഡോട്ട് ഐ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ ഡെഫിനേഷൻ എ ഡോട്ട് ബി, ഡോട്ട് വെച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഐയുടെ കോഎഫിഷ്യൻ്റ് എ എക്സ്, അതുപോലെ തന്നെ സെക്കൻഡിൽ ഐയുടെ കോഎഫിഷ്യൻ്റ് ബി എക്സ് ആണ്. അപ്പോൾ എ എക്സ് ഇൻറ്റു ബി എക്സ് പ്ലസ് എ വൈ ഇൻറ്റു ബി വൈ പ്ലസ് എ ഇസഡ് ഇൻറ്റു ബി ഇസഡ്. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിളിലൂടെ കണ്ടുപിടിക്കാം. കൺസിഡർ ദ വെക്ടർ എ 2i - 3j പ്ലസ് കെ, വെക്ടർ ബി ഐ പ്ലസ് 4j - 2k. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐയുടെ കോഎഫിഷ്യൻറ്റ് 2, ബിയിൽ ഐയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, 2 × 1 പ്ലസ് ഇനി ജെയുടെ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് -3 ആണ്. അപ്പം നെഗറ്റീവ് സൈൻ എടുക്കാൻ മറക്കരുത്. ദെൻ ഇവിടുത്തെ ജെയുടെ കോഎഫിഷ്യൻറ്റ് 4 ആണ്, പ്ലസ് കെയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ -2 ആണ്. സോ 2 × 1 2, ദെൻ -3 × 4 -12 ആണ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്, -2 ഇൻറ്റു +1 എന്ന് പറയുന്നതും എഗെയിൻ -2 ആണ്. സോ 2ഉം -2ഉം ക്യാൻസൽ ചെയ്തു പോകും. സോ ദ ആൻസർ ഈസ് -12. സോ ഇങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റിനകത്ത് ഫൈനൽ ആൻസറിനകത്ത് ഐയോ ജെയോ കെയോ ടൈംസ് ഒന്നും തന്നെ വരത്തില്ല. അതിൻ്റെ റീസൺ ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ അനദർ നെയിം ക്രോസ് പ്രോഡക്റ്റ് എന്നാണ്. ഇവിടെയും നമ്മൾ ഐഡൻറ്റിറ്റീസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്, ജെ ക്രോസ് കെ ഐ, ദെൻ കെ ക്രോസ് ഐ ജെ. അതുപോലെ ഐ ക്രോസ് ഐ അല്ലെങ്കിൽ ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത്ര ഐഡൻറ്റിറ്റീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടർ കൺസിഡർ ചെയ്യുക. വെക്ടർ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ, വെക്ടർ ബി ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി ഇസഡ് കെ. അപ്പോൾ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് യൂണിറ്റ് വെക്റ്റേഴ്സ് ആദ്യം എഴുതുക. ദറ്റ് ഈസ് ഐ ജെ കെ. ദെൻ വെക്ടർ എയുടെ എക്സ് വൈ ഇസഡ് കമ്പോണൻറ്റ് കോഎഫിഷ്യൻറ്റുകൾ എഴുതുക. എ എക്സ് എ വൈ എ ഇസഡ്. ദെൻ വെക്ടർ ബിയുടെ ബി എക്സ് ബി വൈ ബി ഇസഡ്. സോ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഐ കമ്പോണൻ്റ് എഴുതുമ്പം ആ റോയും ആ കോളവും സ്കിപ്പ് ചെയ്യുക, റിമൈനിങ് എഴുതുക. ദെൻ നെഗറ്റീവ് സൈൻ, അതായത് പ്ലസ് മൈനസ് പ്ലസ്, അങ്ങനെയാണിത് ഡിറ്റർമിനൻ്റ് എഴുതേണ്ടത്. ദെൻ -j, ഈ കോളവും ഈ റോയും കറസ്പോണ്ടിങ് റോയും കോളവും കളയുക. ദെൻ ബാക്കിയുള്ളത് എ എക്സ് ബി എക്സ് എ ഇസഡ് ബി ഇസഡ്. അതുപോലെ പ്ലസ് കെ, ഈ റോയും ഈ കോളവും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എ എക്സ് ബി എക്സ് എ വൈ ബി വൈ. ഇനി ഇത് കണ്ടുപിടിക്കേണ്ടത് ആദ്യമേ ഐ ഇൻറ്റു എ വൈ ഇൻറ്റു ബി ഇസഡ്, ഈ ഒരു ഡയറക്ഷനിൽ തന്നെ വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എ വൈ ഇൻറ്റു ബി ഇസഡ് മൈനസ് ബി വൈ ഇൻറ്റു എ ഇസഡ്, ആ ഒരു ഫോമിൽ വേണം ബാക്കി എല്ലാ കാൽക്കുലേഷനും ചെയ്യേണ്ടത്. ദെൻ -j ഇൻറ്റു എ എക്സ് ഇൻറ്റു ബി ഇസഡ് മൈനസ് ബി എക്സ് ഇൻറ്റു എ ഇസഡ് പ്ലസ് കെ ഇൻറ്റു എ എക്സ് ഇൻറ്റു ബി വൈ മൈനസ് ബി എക്സ് ഇൻറ്റു എ വൈ. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. Consider two vectors, vector A 5i minus k, vector B 3i minus 2j minus 4k. അപ്പോൾ ഇവിടെ വെക്ടർ ആയി നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ടേം മിസ്സിംഗ് ആണ്, അതായത് ജെ കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. ദറ്റ് ഈസ് 5i പ്ലസ് 0j മൈനസ് k. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാം. ഓക്കെ,
അപ്പം ഏതെങ്കിലും ടേം ജെ കമ്പോണൻറ്റോ ഐ കമ്പോണൻറ്റോ ഏതെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അതിന് 0 കൊടുത്ത് എഴുതിയാൽ മതി. അപ്പം ദെൻ എ ക്രോസ് ബി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് യൂണിറ്റ് വെക്റ്റേഴ്സ് എഴുതുക ഐ ജെ കെ, ദെൻ കോഎഫിഷ്യൻസ് 5 0 -1, ദെൻ ബിയുടെ കോഎഫിഷ്യൻസ് 3 -2 -4. അപ്പം നെഗറ്റീവ് സൈൻ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വേണം വാല്യൂസ് എഴുതേണ്ടത്. സോ ഐ ഇൻറ്റു ഐയുടെ കമ്പോണൻ്റ്, അതായത് അതിൻ്റെ റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ദെൻ റിമൈനിങ് 0 ഇൻറ്റു -4 0 ആണ്, -2 ഇൻറ്റു -1 മീൻസ് +2 ആണ്. ദെൻ -j ഇൻറ്റു ഈ കോളവും ഈ റോയും കളയുക. ദെൻ 5 ഇൻറ്റു -4 -20 -3 ഇൻറ്റു -1 ദറ്റ് ഈസ് -3 ആണ്. പ്ലസ് കെ ഇൻറ്റു ഈ റോയും കോളവും കളഞ്ഞാൽ 5 ഇൻറ്റു -2 ദറ്റ് ഈസ് -10 -3 ഇൻറ്റു 0 ദറ്റ് ഈസ് 0. ദറ്റ് ഈസ് 0 -2 -2i മൈനസ് ജെ ഇൻറ്റു -20 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പം -20യും +3യും കൂടെ ആകുമ്പോൾ -17 വരും. പ്ലസ് കെ ഇൻറ്റു -10 ആണ് വരുന്നത്. ദറ്റ് ഈസ് -2i മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 17j മൈനസ് ഇൻറ്റു പ്ലസ് -10k. ഇങ്ങനെയാണ് വെക്റ്റർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ജെ കെ, ദെൻ കോഎഫിഷ്യൻസുകൾ എഴുതുക, ദെൻ ഇതുപോലെ ഡിറ്റർമിനൻറ്റ് ഐ ജെ കെയുടെ ടേംസിലായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്കേലാർ പ്രോഡക്റ്റും വെക്റ്റർ പ്രോഡക്റ്റും നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.